ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് കപ്പയും ചിക്കൻ പാർട്സ്. എല്ലും കപ്പയും മത്തിയും കപ്പയൊക്കെ കേട്ടിട്ടുണ്ട്. ചിക്കൻ പാർട്സ് വെച്ചിട്ട് എങ്ങനെയാവും അറിയത്തില്ല. ട്രൈ നോക്കാം. ചേട്ടായി പറഞ്ഞു നമ്മളതനുസരിച്ച് ചെയ്യണം. കഴിഞ്ഞ ദിവസം ചിക്കൻ പാർട്സ് ഉണ്ടാക്കിയപ്പോൾ നല്ലതായിരുന്നു എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കപ്പയും കൂടി ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ താളം. കഴിഞ്ഞ ദിവസം ചേട്ടായി ചിക്കൻ പാർട്സ് വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ആ സെയിം മസാലയിൽ ചിക്കൻ പാർട്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കപ്പ അതിലോട്ട് മിക്സ് ചെയ്യണം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കപ്പ ചിക്കൻ പാർട്സ് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണാം. നമ്മൾ കപ്പ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം കപ്പ നമുക്ക് വേവിക്കാൻ വെക്കാം. അതുപോലെ ഈ ചിക്കൻ പാർട്സ് നമ്മൾ ക്ലീൻ ചെയ്തപ്പം അതിൻ്റെ അകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചത് കഴുകിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ചോരയുടെ ആ ഒരു സ്മെല്ല് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കപ്പ ഇവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പാർട്സിൻ്റെ കാര്യം നോക്കാം. എൻ്റെ പരിപാടി കഴിഞ്ഞു, കപ്പയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് ചേട്ടായി പാർട്സാണോ? പാർട്സ് എല്ലാം കുഴപ്പമില്ലാത്ത പാർട്സാണോ? നല്ല പാർട്സാണ്. ഈ കറിൽ കപ്പയുടെ അകത്ത് ഇടുന്നുണ്ടോ? അതെയോ കാട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യില്ല. അതിനി പെരട്ടി പണിയാണ്. ബാങ്ക് വിളിച്ചു. നമുക്ക് തുടങ്ങിയേക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഇച്ചിരി കടുകും കിട്ടണം. നിങ്ങൾ ആണുങ്ങളെ അടുക്കള കയറ്റിയുള്ള ഉറപ്പിതാണ്. എന്നാ ഞങ്ങൾ 2 ദിവസം എടുക്കേണ്ട എണ്ണ നിങ്ങൾ ഒറ്റ കറിക്ക് ഉപയോഗിക്കും. തിരിച്ചൊഴിച്ചു. തിരിച്ചൊഴിക്കണ്ട. ഇത് കുറച്ചേ ഉള്ളൂ. ഏതാ അതാ പാത്രത്തിലെ കുഴി കാരണം ഇല്ല. പാത്രത്തിലെ കുഴി കാരണം എണ്ണ ബാക്കി കുഴിയിലോട്ട് പോയി നിൽക്കുക. നമുക്ക് വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചാൽ പാട്ട് പോകും. ഒരു ദിവസം പാർട്സ് വെച്ച് കുറച്ച് ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞോണ്ട് ഒന്ന് വെച്ച് തരാൻ ഞാൻ മറ്റേ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒറ്റ ഏറ് കൊടുത്ത ഫുഡിനെ അവഹേളിച്ചെന്ന് പറഞ്ഞു. നമുക്കൊരു ഷോർട്ട്സ് എടുക്കാമായിരുന്നു. ഞാൻ എന്നിട്ട് കടുക് മൊത്തം പൊട്ടിത്തെറിച്ച ചേട്ടൻ്റെ മുഖത്തോടെ ഇരിക്കുന്നത് അങ്ങനെ ഉണ്ടാവും. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്. കഴിയുമ്പോൾ നമുക്ക് സവോള ഇടാം. വെറുതെ ആണ് കറിക്ക് ഇത്രയും ടേസ്റ്റ് വന്നേ. 1.5 ലിറ്റർ എണ്ണയ്ക്കകത്ത് കിടന്നല്ലേ ഉള്ളിയെല്ലാം കൂടെ പഴേണ്ടത്. ഈശ്വരോ, എൻ്റെ 3 ദിവസത്തെ എണ്ണ. ഞാൻ പറഞ്ഞ താഴെ എണ്ണ എടുത്തോണ്ട് വരും. കാണണം നമുക്ക് ഈ സവോള ഇടാം. കറിവേപ്പില നമ്മളെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഞാനെന്തായാലും ഇട്ട് സഹായിക്കണം. നീ ഒന്നും മിണ്ടാതിരുന്ന് ഇട്ട് സഹായിക്കണ്ട. മുളക് ചേട്ടാ ആൾക്കാർ കഴിക്കും ഞാനിവിടെ ഒരു പണി എടുക്കാതെ ചേട്ടായി എനിക്ക് ഇവിടുത്തെ പണി എടുക്കുന്നതെന്ന് മൊത്തം. സത്യം അതാണെന്ന്. ഓ എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഞാനുണ്ടല്ലോ ഇനി ഒരു വീഡിയോ ഉണ്ടല്ലോ. എൻ്റെ ഒരു ദിവസത്തെ ജോലികൾ എന്തൊക്കെയാണുള്ളത് ഫുള്ള് ഞാൻ ചേട്ടനെ കൊണ്ട് ഇനി വീഡിയോ എടുക്കണം. കാണുന്നവർക്ക് ഭയങ്കര ബോറിംഗ്. ഏതാ എൻ്റെ വീഡിയോയോ? ആൾക്കാർ ക്യൂ നിൽക്കും. അതിനാ ഞാൻ വെറുതെ ഇരിക്കുമെന്ന്. കൊച്ചിന് പാല് കൊടുക്കാനൊന്നും ഭാവന അങ്ങോട്ട് പോകും. അവിടെ കിടന്നുറങ്ങും. പറയണ ഗൈസ്, ഞാൻ നമ്മുടെ എണ്ണയിൽ കറിവേപ്പില നനച്ച് വളർത്തി. ഞാൻ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചൊന്നും അതുണ്ട് ചേട്ടാ, എന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറിച്ചത്. എനിക്കിന്ന് കറിവേപ്പില ഇട്ടേ. ഞാൻ ഉപ്പിട്ട് വെക്കണം. അടുത്തത് നമ്മൾ ഉപ്പിടും.
കേട്ടോ. അത് അതിൻ്റെ പാകത്തിനങ്ങ് തട്ടിക്കണം. ആരോടാ ഇനി നീ ഉണ്ടാക്കുമ്പോൾ നീ ഇതെങ്ങനെ നിനക്കുണ്ട്, ഞാൻ ഇപ്പം ഇൻ കേസ് ഞാനിവിടെ ഇല്ല എങ്ങോട്ടേലൊക്കെ പോയി അത് നിനക്ക് ഇച്ചിരി പാർട്സ് ഉണ്ടാക്കാൻ തോന്നുവാണെങ്കിൽ ഇല്ല, ഞാൻ വീഡിയോ നോക്കി ഉണ്ടായിക്കോളാം. എങ്ങനെയുണ്ട്? പക്ഷെ അത് വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഇസ്രായേലുണ്ടായിരുന്നപ്പം മേടിച്ച പാർട്സ് അല്ലല്ലോ ഇവിടുത്തെ പാർട്സ്. അതെ, പക്ഷേ ഞങ്ങൾ ഇസ്രായേലായിരുന്നു പാർട്സ് മേടിക്കുന്നത്. പക്ഷെ അവിടെ ഈ സാധനത്തിന് പറഞ്ഞോട്ടെ ചങ്കം വാങ്ങിയോ? ഇതാ ഇങ്ങനത്തെ ഉള്ള പീസുകൾ മാത്രം വേണമെങ്കിൽ 1 കിലോ ആയിട്ട് കിട്ടുമായിരുന്നു. ഇങ്ങനത്തെ പീസ് കട്ടാണെങ്കിൽ അത് വേണമെങ്കിൽ 1 കിലോ കിട്ടുമായിരുന്നു. കറണ്ട് സെപ്പറേറ്റ്. ഇവിടെ പക്ഷേ പാർട്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവർ പാർട്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ പിടിച്ചോ. നിനക്കിടാനാണോ? തക്കാളി ഞാനിടാം. എൻ്റെ പൊന്നു കൂട്ടുകാരെ കണ്ടോ, അവക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം കൊണ്ടാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പാർട്സ് മൊത്തം ഈ പാർട്സ് വൃത്തിയാക്കുക എന്നുള്ളത് എന്തുമാത്രം വലിയ പണിയാന്നുള്ളത് നമുക്കറിയാം. ഇതെന്ത് നല്ല വൃത്തിയായിട്ടാണ് ഞാൻ വൃത്തിയാക്കി വെച്ചിരുന്നത്. ശരിയാ, ചിക്കൻ കടയിൽ പോയി ചിക്കനെ ശരിയാക്കി ചിക്കൻ്റെ നല്ല ഭാഗമുള്ള കടക്കാർക്ക് കൊടുത്തിട്ട് അവിടുന്ന് ചിക്കൻ്റെ ഈ ഒരു ഇച്ചിരി തക്കാളിക്ക് ഇടാനാണല്ലോ. പോയി ആ ടേസ്റ്റ് ഒക്കെ പോയത്. അങ്ങനെ എല്ലാവരും ഇടണ്ടേ. മറ്റേ ഉപ്പ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പുള്ളിയുടെ പേര് പറഞ്ഞു. ഇനി പാർട്സ് ഇട്ടിട്ട് കുരുമുളക് ഞാനിടണേ. എൻ്റെ നല്ല ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഞാൻ ചെറിയ പാത്രത്തിലെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ടായിരിക്കണം. നെക്സ്റ്റ് ഇച്ചിരി മുളക് പൊടി കുറച്ച് മതി. മല്ലിപ്പൊടി ഓണാക്കാൻ പറ്റത്തില്ല അല്ലേ സൗണ്ട്. ഇതിൻ്റെ ചിക്കൻ മസാല ഇട്ടില്ലെങ്കിൽ മോശമാണ്. കോഴി വഴക്ക് പറഞ്ഞതാ. കോഴി വഴക്ക് പറഞ്ഞു. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഒരു സ്വല്പം വെള്ളം ഒഴിക്കാം. സ്വല്പം ബാക്കി നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് പാടിച്ചിട്ടാലോ. വെള്ളമുണ്ടോ മറ്റേ കൂടെ കയ്യിലെടുക്കുന്നേ ഒറ്റ ഇടലിടല്ലോ. നമുക്കിതിനകത്തേക്ക് പാടിച്ചിടാം. നന്നായിട്ട് ഇളക്കിയാണ് പിടിപ്പിക്കുക. ലേശം വെള്ളം കൂടെ വേണം കേട്ടെ. നമ്മൾ വൃത്തിയോട് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവിടുത്തെ ഐസ്ക്രീമിൻ്റെ പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് ചേട്ടാ ഒരു കാലത്ത് ഈ ഐസ്ക്രീം പാട്ട പോലും ഇല്ലാത്തൊരു കാലമുണ്ട്. ചേട്ടയ്ക്കകത്തൊക്കെ ആൾക്കാർ വെള്ളം എടുത്ത് കഴിച്ചതും കുടിച്ചതും ആ സമയമുണ്ട്. അന്നേരമാണ് ചേട്ടയ്ക്ക് ഐസ്ക്രീം. എൻ്റെ ഭാഗത്തുണ്ട് മിസ്റ്റേക്ക്. ഞാൻ അവളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ആ നോക്കിയിട്ട് കപ്പ് കണ്ടില്ല കേട്ടോ. ഇപ്പം കിട്ടിയതിൻ്റെ അകത്ത് അതൊക്കെ വെള്ളം എടുത്തു. അതാണോ നമ്മുടെ ഇവിടുത്തെ മറ്റേ എന്താ വിഷയമല്ലേ ആ വിഷയം? പണ്ട് ചേമ്പലയാണോ ചേട്ടാ കേക്ക് കുമ്പിള് കുത്തി അതിൻ്റെ അകത്ത് വെള്ളം എടുത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ അപ്പന്മാരുടെയൊക്കെ സമയത്ത് കേട്ടോ. ഞാൻ ഇന്നും പഠിച്ചോട്ടെ. ഞാൻ ഇരുന്നോട്ടെ. അതിൻ്റെ ചേട്ടാ ഇട്ടത് എൻ്റെ മുന്നേ പറയാൻ കുരുമുളക് ഇച്ചിരി നന്നായിട്ട് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആഹാ നല്ല ആവി പറക്കുന്ന ചിക്കൻ സെറ്റായില്ലേ? സെറ്റായി. മിക്സ് ചെയ്താലോ? ടേസ്റ്റ് ഉണ്ടോ? നോക്കിയായിരുന്നോ? ടേസ്റ്റ് ഉണ്ടോ നേരത്തെ? 4-5 കപ്പയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ വലിയ പാത്രമൊക്കെ? അത് നമുക്ക് 5 അപ്പം കൊണ്ടാക്കി സ്ഥാനം നോക്കല്ലേ ഉണ്ടാകട്ടെ. ഇത് പൊട്ടി നല്ല കപ്പയായിരുന്നു.
അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് അങ്ങോട്ട് കയറ്റുമല്ലോ അല്ലേ? ഞാൻ ഒത്തിരി ആളെടുക്കണ്ട, കാരണം അവിടെ ഇവിടെ ഉടങ്ങില്ല. എനിക്ക് ഇത്രയും ചെയ്യാൻ അറിയാമെങ്കിൽ എനിക്ക് ബാക്കിയോട് ചെയ്യാം. അവള് വന്നേക്കുന്നത് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ അവള് വന്നേക്കുവാ. നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഇച്ചുവിന് കറി ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ ഇച്ചു ചൂടാടി കുഞ്ഞിപ്പാത്രം കിടന്നു ഇതിന് കുറച്ച് കൊടുത്തേട്ടെ നമുക്ക്. കപ്പ ബിരിയാണി, ഇത് കപ്പയും പാർട്സ് മിക്സ്. കപ്പയും ചിക്കൻ കപ്പ പാർട്സ് മിക്സ്. അതെ. Viene por ser. ചൂടാ. ചൂട് ഒന്നും വേണ്ട, സൂപ്പർ. കൊള്ളാട്ടോ. അവസാനം നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. പാർട്സും കപ്പയും മിക്സ്, ഇത് സല്ലാസ്, അത് പാർട്സ് അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. കോക്കി ഇരിക്കുന്നു. കോക്കിയോ? ഏത് കോക്കി? ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഓ, ഇത് സെറ്റപ്പ് ആയിട്ട് ഇതിന്റെ മേലേക്ക് ഇടാനാണോ? നമ്മളെല്ലാവരും കൂടി ഇടയ്ക്കകത്ത് കഴിക്കുന്നത്. അങ്ങനെയുണ്ട്. അയ്യോ, അപ്പൊ ഇച്ചിന് കിട്ടിയല്ലോ. ഇച്ചി പായ തന്നെ ഇത് തിന്നും. ഇതെങ്ങനെ സൈഡിൽ വെച്ചാൽ മതിയോ? അത് 3 സൈഡിലായിട്ട് വെക്കും, 3 പേർക്ക് ഒന്ന്. തന്നെ ഓണത്തിന് കറിയുള്ളത് 2. അവൻ തരാം, സച്ചിന് തരാൻ കേട്ടോ. പിന്നെ ഇപ്പം തരാട്ടോ. പോരെ? കഴിച്ചോ? നേരത്തെ കഴിച്ച ഉപ്പൊക്കെ നോക്കിയതാ. അല്ലെങ്കിൽ കപ്പയുടെ ഐറ്റംസ് ഒന്നും കഴിക്കാത്ത ഇച്ചതുണ്ടോ? നല്ല രീതിയിൽ കഴിക്കും. പക്ഷെ നമ്മൾ എരിവ് ഇച്ചിരി കഴിക്കാൻ വേണ്ടി കുറച്ചായിട്ടെ, അതുകൊണ്ടാണ്. നല്ല നല്ല ടേസ്റ്റ്. നിങ്ങൾ ദിവസം ഉണ്ടാക്കി നോക്കണം അല്ലേ? ചിക്കൻ പാർട്സ് ഇപ്പം എല്ലാ കടയിൽ തന്നെ ചിക്കൻ പാർട്സ് കിട്ടുന്നു. നല്ല എനിക്കൊന്ന് ചിക്കൻ കറിയാക്കിയിട്ട് വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് അല്ലേ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. അപ്പം ഇനി ഇതുപോലത്തെ വെറൈറ്റി ഫുഡൊക്കെ ആയിട്ട് വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ടാറ്റാ. ബൈ ബൈ. അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് അതെ, സിനിമ നമ്മൾ രാജാവ് എഴുന്നേക്കണം.